Hey guys, welcome back to my YouTube channel. So എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണിത് ആൻഡ് ദാറ്റ് ടു വിത്ത് മൈ ഹസ്ബൻഡ്. സോ ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഞാനാണ് ഷാനുടെ ഹസ്ബൻഡ്. സോ ആളുടെ പേര് സിബിൻ സണ്ണി എന്നാണ്. പിന്നെ ഉള്ളത് ലിജു ബ്രോ. ലിജു എന്ന് പറഞ്ഞാൽ സിബിൻ്റെ വൺ ഓഫ് ദി ക്ലോസസ്റ്റ് ഫ്രണ്ട് ആണ്. ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എവിടെ പോയാലും നമ്മൾ മൂന്നുപേരും ഒരുമിച്ചാണ് പോകാറ്. ഹലോ ഗേൾസ്. ഹലോ തെറ്റിക്കല്ലേ ഒന്നുകൂടി. ഹലോ ഗായ്സ്, ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് ഷാനയല്ല, സിബിൻ സണ്ണി, ഷാനുടെ ഹസ്ബൻഡ്. ആള് ഫുൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ശരിക്കും എന്നെ എപ്പോഴും എൻ്റർടൈൻ ചെയ്തിങ്ങനെ ഇരിക്കും. സോ നമ്മൾ ഇന്ന് പോകുന്നത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളല്ല, അവർ. സിബിന് സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, എസ്പെഷ്യലി ക്രിക്കറ്റും ബാഡ്മിൻ്റനും ഒക്കെ. സോ ഗൈസ്, നമ്മളിപ്പം പുനലൂരിൻ്റെ അടുത്ത്, ഐ ഡോണ്ട് നോ വേർ ദിസ് പ്ലേസ് ഈസ്, എവിടെയാണ് ഈ പ്ലേസ് എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഏകദേശം രാവിലെ തൊട്ട് ഉച്ച വരെ ഉണ്ടായിരുന്നു ഇവരുടെ ഈ മാച്ച്. സോ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. അതാ നോക്കൂ, ഈ കപ്പാടിരിക്കും. സിബിനും ടീമും ആദ്യം തന്നെ തോക്കുന്നായിരുന്നു എന്നോട് പറഞ്ഞത്. അതാകുമ്പോൾ നമുക്ക് വേഗം തന്നെ തിരിച്ചു വരാമല്ലോ എന്നുള്ളൊരു ഇതിലാണ് ഞാനും കൂടെ കയറി പോയത്. പക്ഷെ കഥയിലെ ട്വിസ്റ്റ് എന്ന് പറയുമ്പം അവരാണ് ജയിച്ചത് ഗൈസ്. ചിലപ്പം ഞാൻ വന്നതിൻ്റെ ഐശ്വര്യം ആയിരിക്കാം മേ ബി. സോ അന്ന് നൈറ്റ് നമ്മൾ ആക്ച്വലി കൊല്ലം ബീച്ചിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ അടിപൊളി എന്തൊക്കെയോ പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു കേട്ടോ ഈ വീഡിയോ ക്ലിപ്പിങ്സ്. ഇനിയുള്ളതൊക്കെ അടുത്ത ദിവസത്തെയാണ്. സോ നമ്മുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം സിബിൻ്റെ പള്ളിയിൽ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് കുർബാന കൂടാനായിട്ട് പോകുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും എനിക്ക് ഉണ്ടായിരുന്നു അന്ന്. കാരണം ഇനി ഈ പള്ളി എന്ന് പറയുന്നത് എൻ്റെ പള്ളി കൂടിയാണല്ലോ. ഞാൻ ഓർത്തഡോക്സ് ആയിരുന്നു, ഇപ്പം ഞാനൊരു മർത്തോമക്കാരിയാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ പള്ളി. സോ ഞാനും സിബിനും കൂടിയിട്ട് ഇന്ന് ബൈക്കിലായിരുന്നു പോയത്. പപ്പയും മമ്മിയും അവരും ബൈക്കിലാണ് വന്നത്. അങ്ങനെ പള്ളിയിലൊക്കെ പോയി അടിപൊളിയായിട്ട് നമ്മൾ തിരിച്ചൊക്കെ വന്നു. പള്ളിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മമ്മി എനിക്കൊരു ഡയറി മിൽക്ക് കഴിക്കാൻ തന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിനാണ്. ഞാനും സിബിനും ലിജു ബ്രോയും കൂടി ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ പോയത് ട്രെൻഡ്സിലായിരുന്നു. സിബിന് കുറച്ച് എന്തൊക്കെയോ ഡ്രസ്സ് എടുക്കാനുണ്ട്, എനിക്കാണെങ്കിലും എടുക്കാനുണ്ടായിരുന്നു. കാരണം നെക്സ്റ്റ് വീക്ക് ഹണിമൂൺ പോവുമായിരുന്നു. സോ എൻ്റെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വേഗം കഴിയുന്നൊരു ഷോപ്പിംഗാണ്. എനിക്കങ്ങനെ ഷോപ്പിംഗ് പേഴ്സണേ അല്ല. സോ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തെ ഞാൻ അവർക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. സിബിൻ ആക്ച്വലി ഒരു ജിം ഫ്രീക്കാണ്. എനിക്കും ആക്ച്വലി അത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടായിരുന്നു ഇത്. സിബിനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സിബിൻ്റെ മസിലൊന്നും അതിനകത്ത് കൊള്ളുന്നില്ലായിരുന്നു. സോ ഇനി നിങ്ങൾ മോസ്റ്റ്ലി കാണാൻ പോകുന്ന എല്ലാ വീഡിയോസും ഫിഷിംഗ് കൈൻഡ് ഓഫ് വീഡിയോസ് ആയിരിക്കും. കാരണം സിബിന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഫിഷിങ്ങിന് പോകാനായിട്ട്. നമ്മളിപ്പോൾ ഫിഷിങ് ചെയ്യാൻ പോകണം. ഇവിടെ മൺറോത്തുരുത്തിൽ തൊട്ടടുത്ത് തന്നെ. നമ്മളെത്തി. ബട്ട് വി ആർ ലുക്കിംഗ് ഫോർ എ സ്പോട്ട് ഫോർ ചൂണ്ടയിടൽ. ഫ്ലാഷൊക്കെ വരും കേട്ടോ. അപ്പം ടൂൾസ് എല്ലാം ഉണ്ട്. കൊള്ളാല്ലേ, ഭയങ്കര ഒറിജിനാലിറ്റി. ഇതിൽ ആക്ച്വലി കൊളുത്തുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ പോയി തൊട്ട് എന്റെ കൈ മുറിഞ്ഞു. ഇതുപോലെ ഒരു സെയിം സാധനം നമ്മുടെ മീൻ പൊട്ടിച്ചോണ്ട് പോയത്. ആണോ? പിന്നെ ഒരു കടി കിട്ടിയിട്ടുണ്ട്. പിന്നെ പോട്ടെ. അതാ സിബിൻ സണ്ണി ചൂണ്ടയിട്ടു. മീൻ കൊത്തുവോ ഇല്ലയോ എന്നുള്ളത്. അയ്യോ, 70 ഡിഗ്രിയിൽ നമ്മൾ ഇട്ടേക്കുന്നത്. കാറ്റ് എങ്ങോട്ടാ പോയിരിക്കുന്നത്? കാറ്റ് അങ്ങോട്ടാ, ആളി അങ്ങോട്ടിട്ടാ വരും. രണ്ട് ബുദ്ധിമാന്മാരും കൂടിയിട്ട്. എടാ കിട്ടിയോ? ഓ, അത് നമ്മൾ നേരത്തെ ഇട്ട. സോറി. സോ അങ്ങനെ നമുക്ക് മീനെ ഒന്നും കിട്ടിയില്ല. അങ്ങനെ കുറച്ച് നേരം അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയത്. ആൻഡ് വി വെന്റ് ടു സഹർ അൽ മന്തി. സിബിൻ, എങ്ങനെയുണ്ട് ഫുഡ്? ആണോ? സോ നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് സിബിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആളുടെ കല്യാണമായിരുന്നു. സിദ്ധാർത്ഥ് എന്നാണ് പേര്. സിദ്ധാർത്ഥൻ ആതിര.
അവരുടെ കല്യാണത്തിനായിരുന്നു നമ്മൾ രണ്ടുപേരും പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഹിന്ദു കല്യാണത്തിനൊന്നും അങ്ങനെ പോയിട്ടില്ല, വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. സോ എനിക്ക് ഇവരുടെ കല്യാണമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് പോയ ആദ്യത്തെ കല്യാണമായിരുന്നു ഇവരുടെ കല്യാണം. സോ അതിനും ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു ഫ്രെയിം എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ആക്ച്വലി സദ്യയൊക്കെ കഴിക്കുന്നത്. ആൻഡ് ദ ഫുഡ് വാസ് ടു ഗുഡ്. സോ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. നമ്മൾ നേരെ പോയത് നീണ്ടകരയ്ക്കാണ്. അവിടെ നിന്ന് ആക്ച്വലി കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമ്മൾ പോയത് എന്തിനാന്ന് വെച്ചാൽ സിബിന് മീനെ പിടിക്കാൻ, ചൂണ്ടയ്ക്കകത്ത് കുരിക്കാൻ മീനെ മേടിക്കാനാണ്. നമ്മൾ ആക്ച്വലി റീൽസ് കണ്ടിട്ട് പോയൊരു ഷോപ്പായിരുന്നു ഇത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞാണ് പോയത്, ബട്ട് അല്ലായിരുന്നു. പിടിച്ചെന്നോട്ടോ, അങ്ങോട്ട് പോലെ. ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഉറക്കടിയിട്ടിട്ട് അങ്ങനെ പോവുകയാണ് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും, ഞാൻ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ കടപുഴ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ആക്ച്വലി ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. കൊല്ലത്ത് ആക്ച്വലി എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തു ചൂണ്ടയിടാൻ. ഇതേതാ സ്ഥലം? ഓക്കെ, ഓ സീൻ സാര. ഇതെന്താ തോക്കോ? ടൂൾസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ മീനെ കിട്ടുമെന്നുള്ളത് കിട്ടും. അതൊന്നും തന്നെ ഒരു സെക്കൻഡ്. കഴിഞ്ഞ ദിവസം ഇതെന്റെ കൈ കുത്തി കയറി ഗൈസ്, കൈ കൊളുത്ത്. നല്ല രസമുണ്ട് തൊടാൻ. ഒക്കെ ശരിയാണോടെ? ആയിക്കൂടെ, ഇങ്ങനെയൊക്കെ തന്നെയാന്ന് തോന്നുന്നു. കുറെ ചൂണ്ടയിടുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ അതൊക്കെ ചെയ്യും. നമ്മ അന്ന് വളർത്തു പിടിച്ചു ചാച്ചൻ സീൻ തന്നെ. ഇത് അങ്ങ് വരെ പോയല്ലേ? ഓ നൈസ്. മീനൊഴിച്ച് ബാക്കിയെല്ലാം അതിൽ കുരുങ്ങി ഗൈസ്. കാണാൻ പറ്റും. ഗൈസ് രാവിലത്തെ വെയിൽ, കുറച്ച് വൈറ്റമിൻഡിയൊക്കെ കിട്ടാമെന്ന് ഓർത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകും. നാളെ എനിക്കൊരു ഹണിമൂണുണ്ട്. സോ ഇന്ന് സിബിൻ ചാച്ചൻ എന്നെ കൊണ്ടാക്കും, എന്നിട്ട് ഞാൻ അവിടെ നിൽക്കും. നാളെ ഞാൻ എൻ്റെ കാറെടുത്തിട്ട് മുളവനയിലോട്ട് വരും, അതായത് എന്നെ കിട്ടിച്ച സ്ഥലത്തേക്ക്. ദെൻ വിൽ ഗോ ടുഗെദർ ടു തേക്കടി. വലിയ കാര്യത്തിൽ ചൂണ്ട ഇട്ടതാ, മരത്തുമേലാ കുരങ്ങിയത്. അയ്യോ, ഓ ന്യൂ ടെക്നിക്കാന്ന് തോന്നുന്നു. അയ്യോ ഗൈസ്, കിട്ടി ഫൈനലി, ഒരു മീനെ കിട്ടി. ഓ അയ്യോ. സോ ഫൈനലി ഒരു മീനെ കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു കയറിയത്. ഇവിടുത്തെ ചായ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതെ, 1000 നന്ദി. എവിടെയോ
സോ ഇതോടുകൂടി എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകെ 20 ഡേയ്സ് സിബിൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആൾ UK തിരിച്ചു പോയി. അതിൻ്റെ ഒരു ചെറിയ വിഷമം എനിക്കുണ്ട്. ഹോപ്പ്ഫുള്ളി എനിക്കും ഉടനെ തന്നെ സിബിൻ്റെ അടുത്ത് പോകാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.